ഇവിടെ ഒരു നായയ്ക്ക് വേണ്ടി മുടക്കിയ പണം കേട്ടാൽ നമ്മൾ ഞെട്ടി അല്ലെങ്കിൽ ബോധം കെട്ട് വീഴും. 50 കോടി രൂപയാണ്. അതിൻ്റെ കാരണം ഇത് പാതി നായയാണ്, പാതി ചെന്നായിയാണ്. ബംഗളൂരു സ്വദേശിയാണ് ഈ ഞെട്ടിപ്പോകുന്ന വിലയ്ക്ക് ഈ നായയെ സ്വന്തമാക്കുന്നത്. കെ.വി. ശ്രീധരനുണ്ട് ബംഗളൂരിൽ നിന്ന്. ശ്രീധര, നേരത്തെ ഇപ്പോൾ അഭിലാൽ പങ്കുവച്ചതൊരു വാഹനത്തിൻ്റെ ഓൾട്ടറേഷനെ കുറിച്ചാണ്. ചിലരുടെ ക്രേസാണ്, പക്ഷേ നമ്മുടെ നിയമവും ആ ക്രേസും തമ്മിൽ ഒത്തുപോകാത്തതാണ് പ്രശ്നം. ഇതും ഒരു ക്രേസാണ് അല്ലേ? 50 കോടിയൊക്കെ ഒരു നായ്ക്ക് വേണ്ടി ചിലവാക്കാനുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ അതിൻ്റെ ആ പണത്തിൻ്റെ ഒരു വലിപ്പം കാരണമാണ് നമുക്ക് ഈ കൗതുകം തോന്നുന്നത്. എന്താണ് ഈ നായയുടെ ഇത്രയും വലിയ പ്രത്യേകത? എങ്ങനെയാണ് ഇതിന് ഈ 50 കോടി ഒക്കെ അതിൻ്റെ ചിലവ് വരുന്നത്? ഇതാരാണ് കക്ഷി? ദേവിഷ, ഇത് സതീഷ് എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം ഇതിനു മുൻപും ഇങ്ങനത്തെ വാർത്തകളിൽ ഇടം പിടിച്ച് ഞെട്ടിച്ചിട്ടുള്ള വ്യക്തിയാണ്. നേരത്തെ ഒരു 1 കോടി റുപ്യ കൊടുത്ത് ഒരു നായയെ വാങ്ങിയ വാർത്ത നമ്മൾ മാതൃഭൂമി ന്യൂസിൽ തന്നെ സംപ്രേഷണം ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 50 കോടി രൂപ മുടക്കി ഒരു നായയെ വാങ്ങുക. ഒരു നായയ്ക്ക് 50 കോടി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊന്ന് ഞെട്ടും. 25 കോടി രൂപയാണ് നായയുടെ വില. അതോടൊപ്പം കമ്മീഷനും അതുപോലെ തന്നെ ടാക്സും ഇതൊക്കെ കൂടിയാണ് ഈ 50 കോടി രൂപ വില വരുന്നത്. ഏതായാലും ഈ സതീഷ് ഒരു മുൻ സിനിമ നടനൊക്കെയാണ്, വ്യവസായിയാണ്. അദ്ദേഹത്തിന് ഒരു 7 ഏക്കർ വരുന്നൊരു ഫാമുണ്ട്. ഈ ഫാമിലാണ് ഈ പലതരം ബ്രീഡുകൾ ഉള്ള നായകളെ അദ്ദേഹം വളർത്തുന്നത്. ഈ നായയുടെ പ്രത്യേകത എന്നുള്ളത് ഇത് പകുതി ചെന്നായയും പകുതി നായയുമാണ്. അതായത് കൊക്കേഷ്യൻ ഷെപ്പേർഡും അതുപോലെ ചെന്നായയും ചേർന്നിട്ടുള്ള കടാബോം ഒക്കാമി എന്നാണ് ഈ നായയുടെ പേര്. ഇതിനും സവിശേഷത, ഇത് കേവലം 8 മാസം ആയിട്ടുള്ളൂ. പക്ഷേ ഇതിന് 75 കിലോയോളം തൂക്കം ഉണ്ടായ നായയെ കണ്ടാൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തൊരു വലിപ്പമാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് ഈ ചിലപ്പോൾ ഉള്ളിലൊരു ചെറിയൊരു പേടിയൊക്കെ വരും. ഏതായാലും ഇതിന് ഒരു ദിവസം 5 കിലോ കോഴിയിറച്ചിയൊക്കെയാണ് ഇതിന് ഭക്ഷണമായിട്ടൊക്കെ നൽകുന്നത്. ഇതിനു മുൻപും ഇത്തരത്തിൽ അപൂർവങ്ങളായിട്ടുള്ള നിരവധി ബ്രീഡുകൾ ഈ സതീഷിന്റെ ശേഖരത്തിലുണ്ട്. അതിലൊന്നുകൂടിയാണിത്. ഇത് വെറുതെ വാങ്ങുകയല്ല, ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു ബിസിനസ് കൂടിയുണ്ട്. ഇതിനെ പ്രദർശനത്തിന് വിടും. മണിക്കൂറുകൾക്കാണ് ഓരോ പ്രദർശനത്തിനും ഇദ്ദേഹം പണം ഈടാക്കുന്നത്. അങ്ങനെ ആ പ്രദർശനത്തിന് വിടുന്നു, അതുപോലെ തന്നെ പ്രദർശന മത്സരങ്ങൾക്ക് വിടുന്നു. അങ്ങനെ നിരവധി അവാർഡുകൾ, നിരവധി പുരസ്കാരങ്ങൾ ഒക്കെ ഈ നായയെ വെച്ച് അദ്ദേഹത്തിന് നേടാനാകുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇതിനെ ഒരു ജീവനോപാധിയാക്കി ഇതിനെ മണിക്കൂറുകൾക്കൊക്കെ പ്രദർശനത്തിന് വിട്ട് പണം സമ്പാദിക്കുന്ന അതൊക്കെ പോകുന്നത്. ഏതായാലും ഇതിന്റെ വില തന്നെയാണ്, ദിവിഷ് സൂചിപ്പിച്ച പോലെ തന്നെ വില തന്നെയാണ് അതിലൊരു കൗതുകം. 50 കോടി രൂപയ്ക്ക് നമുക്ക് വേറെ എന്തൊക്കെ വാങ്ങാമെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും. പക്ഷേ ഇദ്ദേഹത്തിന്റെ ക്രൈസ് ഈ നായയെ വാങ്ങുക എന്നുള്ളതിലായിപ്പോയി. അതെ, ഓരോരുത്തരുടെ ഇഷ്ടം അല്ലേ? അവരുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അവർക്ക് വാങ്ങാം, അവർ ആസ്വദിക്കട്ടെ.